ഹലോ ഡിയർ ഫ്രണ്ട്സ്, മക്കളെ, കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സാർ ഈ അവസാന മാസങ്ങളിൽ എങ്ങനെ നീറ്റ് ഫിസിക്സ് പ്രിപ്പയർ ചെയ്യണം, ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീറ്റിന് 180 ഒരു 160 പുറത്ത് മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഇനി അതിനെന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജികളുണ്ടോ, ഏത് ബുക്ക് പഠിച്ചാൽ പറ്റും, എങ്ങനെ ഞാൻ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. സോ മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിനെല്ലാമുള്ള ഒരു ഉത്തരമായിട്ട് വരികയാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നത് മറ്റൊന്നുമല്ല, നീറ്റ് ഫിസിക്സിൻ്റെ ഫൈനൽ സ്ട്രാറ്റജിയാണ്. നീറ്റ് ഫിസിക്സ് 2025 ആദ്യത്തെ നമ്മുടെ സംശയം, ഇപ്പോൾ പാറ്റേണുകളൊക്കെ മാറി, ഇനിയും നമുക്ക് 50 ക്വസ്റ്റ്യനുകൾ ഇല്ല, 50-ൽ 45 എണ്ണം ചെയ്യണം എന്നുള്ളൊരു പാറ്റേൺ ഇല്ല. പഴയതുപോലെ തന്നെ കൊറോണയ്ക്കൊക്കെ മുമ്പുള്ളതുപോലെ തന്നെ 45 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. കൃത്യം നമുക്ക് 180 ക്വസ്റ്റ്യനേ ഉള്ളൂ. 180 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്. അപ്പം നമ്മുടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എക്സാം ഈസി ആയിരിക്കുമോ ടഫ് ആയിരിക്കുമോ, നീറ്റിൻ്റെ ഫിസിക്സ് ഭയങ്കര പ്രയാസത്തിലേക്കൊക്കെ പോവുമോ, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമോ. അപ്പം ഞാൻ അത് വെച്ച് മക്കളെ, എക്സാം ടഫാണോ ഈസി ആണോ എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു 2024 നീറ്റ് ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ വൈസ് അനാലിസിസ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈസ് അനാലിസിസ് റെഡിയാക്കിയിരിക്കുന്നത് കുറേയധികം കുട്ടികളിൽ നിന്ന് ഉള്ള അവർക്ക് ഏതൊക്കെയാണ് ടഫ്, ഈസി, മീഡിയം, ഈ ഒരു പാറ്റേണിൽ നമ്മൾ കുറേ കുട്ടികളിൽ നിന്ന് കുറേ ചാപ്റ്റേഴ്സുകൾ അനലൈസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലർക്ക് ഈസി ആവുന്നത്, ചിലർക്ക് ഡിഫിക്കൽട്ട് ആവാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നാലും ഇതൊരു ജനറലൈസ്ഡ് ഒരു 90% പേരിലും കൃത്യമായി വർക്കാവുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. സോ മക്കളെ, നമുക്ക് ഉള്ള 28 ചാപ്റ്റേഴ്സ്, ഫിസിക്സിൽ നമുക്ക് 28 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, അറിയാമല്ലോ. ആ 28 ചാപ്റ്റേഴ്സിനെയും നമുക്ക് 3 സോണുകളാക്കാം, 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. സോ ഒന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്, പിന്നീട് മറ്റൊന്ന് നമുക്ക് മീഡിയം ലെവൽ ചാപ്റ്റേഴ്സ്, വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് കുറേ വർക്കൗട്ടും കൂടെ ചെയ്താൽ പറ്റുന്ന ചാപ്റ്റേഴ്സ്, പിന്നെ ഭൂരിഭാഗം പേർക്കും വലിയ പ്രയാസമാണ് സാർ, ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് എന്ന് പറയാറുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യം ഈസി സെക്ഷനിലെ ചാപ്റ്ററുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞ വർഷത്തെ, ഞാൻ പറയുന്നത് 2024 നടന്ന നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ വെച്ചാണ്. കഴിഞ്ഞ വർഷം 2024, 2023, 2022 ഏകദേശം ഈ ഒരു പാറ്റേൺ കറസ്പോണ്ടിങ് ആണ്, ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഈസി ചാപ്റ്റേഴ്സായിട്ട് പറയാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന 8 ചാപ്റ്ററുകളാണ് നമുക്ക് ജനറലി വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഒരു പാടുമില്ലാതെ എല്ലാവർക്കും മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 8 ചാപ്റ്റർ. ഈ 8 ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം 60 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 60 മാർക്ക് മീൻസ് 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ 8 ചെറിയ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ 8 ചെറിയ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്, ഒന്ന് യൂണിസ മെഷർമെൻറ്റ്, എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാം, ഒരു പ്രയാസവും ഇല്ല. ഡൈമെൻഷൻ അനാലിസിസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോയാൽ തന്നെ, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിനകത്തുള്ള വെർണിയർ, സ്ക്രൂ ഗേജ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക, ഡയമെൻഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. 3 ക്വസ്റ്റ്യനും ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാവർക്കും കിട്ടും. പിന്നീട് മോഷൻ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 1, 2 ഒക്കെ വരാം, 1, 2, 3 വരെയൊക്കെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ വരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്സ് എപ്പോഴും ഒരു പാക്കേജാണ്. ഒരു 10 ക്വസ്റ്റ്യൻ മൊത്തത്തിൽ, ഒരു 8-10 ക്വസ്റ്റ്യൻ മിനിമം മെക്കാനിക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ഗ്രാഫ് റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്, വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് ഗ്രാഫ് ആയിരുന്നു. അതുമാത്രമല്ല, സാധാ ചോദിക്കാറുള്ളതൊക്കെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി സെക്ഷൻ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മോഷൻ അണ്ടർ ഗ്രാവിറ്റി സെക്ഷനിൽ നിന്നായിരിക്കും കൂടുതലും മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വളരെ ഈസി ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ. സുഖമായിട്ട് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ്. 2 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന് വന്നത്. ഡുവൽ നേച്ചർ പഠിക്കാനായിട്ട് താരതമ്യേന ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് ഡുവൽ നേച്ചറും. ഡുവൽ നേച്ചറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതേപോലെ ഡി ബ്രോഗ്ലി വേവിൻ്റെ ഇക്വേഷൻസ്, കാര്യങ്ങൾ, ഗ്രാഫ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ ഡുവൽ നേച്ചറും വലിയ പ്രയാസമില്ലാതെ മാർക്ക് അടിക്കാം. ആറ്റം ന്യൂക്ലിയൊക്കെ പണ്ട് ഒരുപാട് കാര്യങ്ങൾ ന്യൂക്ലിയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, ഹാഫ് ലൈഫ് റിലേറ്റഡ് ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. സോ വളരെ ഈസി ചാപ്റ്ററാണ് ആറ്റോ ന്യൂക്ലിയം. ഏറ്റവും ചെറിയ ചാപ്റ്ററുകൾ, പ്ലസ് 2 ഫിസിക്സിലെ തന്നെ ചെറിയ ചാപ്റ്ററുകളൊന്നായ ആറ്റോ ന്യൂക്ലിയിൽ നിന്നും കൂടെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നീട് എല്ലാ വർഷത്തെയും ഷുവർ ഷോർട്ട് ടോപ്പിക്ക്, എല്ലാ വർഷവും
ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരാത്ത ഒരു വർഷവും ഇല്ല. എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്ന ഏറ്റവും ഹൈ വെയിറ്റഡ് ടോപ്പിക്കാണ് മക്കളെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ ഗേറ്റ് പഠിച്ചാൽ തന്നെ, ഗേറ്റിനകത്തു നിന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഗേറ്റിൽ നിന്ന് തന്നെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നീട് നിങ്ങൾ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് കറക്റ്റായിട്ട് പഠിക്കുക, റെക്ടിഫയർ ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. പണ്ട് ട്രാൻസിസ്റ്റർ സെക്ഷൻ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫർ ആയിരുന്നു പൊതുവേ. ട്രാൻസ്ഫറിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണെങ്കിലും ട്രാൻസ്ഫറിൻ്റെ ഐഡിയയും കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാനായിരുന്നു കുട്ടികൾക്ക് പൊതുവേ ബുദ്ധിമുട്ട്. ഇപ്പം ദൈവം സഹായിച്ച് അത് നമുക്ക് പഠിക്കാനായിട്ടില്ല. സോ സെമി കണ്ടക്ടർ എളുപ്പത്തിൽ മാർക്ക് അടിക്കാം, ഒരു പാടുമില്ല. 3 ക്വസ്റ്റ്യൻ ചുമ്മാതെ കിട്ടും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് താരതമ്യേന വളരെ ചെറിയ ചാപ്റ്ററാണ്, ഒന്നുമില്ല പഠിക്കാൻ. ഫസ്റ്റ് ഇയറിലെ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററുകളിലൊന്നാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്നും കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, ഒരു പ്രയാസമില്ലായിരുന്നു. തെർമൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തെ 2024 ബേസിൽ മക്കളെ നമുക്ക് ഈസി ആയിട്ട് വന്നിട്ടുള്ളത് ഈ 8 ചാപ്റ്റേഴ്സാണ്. 8 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടെ നിങ്ങൾക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാം. ഈസി ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ അടുത്ത മീഡിയം ലെവൽ ചാപ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ, മീഡിയം ലെവൽ ചാപ്റ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മോഷനെ പ്ലെയിനിൽ കൂടുതലും പ്രൊജക്റ്റൈൽ റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റൈലോ സർക്കുലർ മോഷനോ റിലേറ്റ് ചെയ്തായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. വെക്ടർ സെക്ഷനേക്കാൾ പ്രൊജക്റ്റൈൽ സർക്കുലർ മോഷൻ സെക്ഷനാണ് കൂടുതൽ പ്രിഫറൻസ്. പിന്നെ വർക്ക് എനർജി പവർ WP വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാം. വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റിന് ചോദിക്കാറില്ല. പിന്നെയും JEEക്കും IIT ലെവലിലൊക്കെ ഉള്ള എക്സാമുകൾക്കൊക്കെ ഉള്ളൂ. വർക്ക് എനർജി പവർ നീറ്റ് ലെവലിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് തന്നെ ചോദിക്കുന്ന കൂടുതലും ഒന്നുകിൽ കൊളിഷൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ വരാം, അല്ലെങ്കിൽ കൺസർവേഷനൊക്കെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എളുപ്പം തന്നെ മാർക്ക് അടിക്കാം. ഗ്രാവിറ്റേഷൻ, ഇതൊരു സത്യത്തിൽ ഗ്രാവിറ്റേഷനെയൊക്കെ നമുക്കൊരു ഈസി ഗണത്തിൽ തന്നെ കൂട്ടാവുന്ന ചാപ്റ്ററാണ്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ജിയുടെ വേരിയേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊണ്ടുപോകുക. അതേപോലെ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷനിൽ നിന്നും എടുക്കാം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് മൊത്തത്തിൽ 3 ക്വസ്റ്റ്യൻ ആണ്. അതിലിപ്പം ചില വർഷങ്ങളൊന്നും തെർമൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. കൂടുതൽ പ്രിഫറൻസ് തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയും പഠിക്കുമ്പോൾ കൊടുക്കുക. തെർമൽ പ്രോപ്പർട്ടിയേക്കാൾ തെർമോഡൈനാമിക്സിനും കൈനറ്റിക് തിയറിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നിങ്ങൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പഠിക്കുക. ഓസിലേഷൻസ്, വേവ്, ഓസിലേഷനിൽ നിന്നും കൂടെ വേവിൽ നിന്നും കൂടെ മക്കളെ 2 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ഓസിലേഷനിൽ നിന്നും വേവിൽ നിന്നും വന്നിട്ടുള്ളത്. താരതമ്യേന എളുപ്പം പഠിക്കാവുന്ന ചാപ്റ്ററുകളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം എൻട്രൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററുകൾ. പിന്നെ ഒരു മീഡിയം ലെവൽ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ്. അത്യാവശ്യം സെക്കൻഡ് ഇയർ ഫിസിക്സ് പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്. +2 പഠിക്കുമ്പോഴേ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററുകളൊന്നാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. പഠിക്കാൻ വളരെ നല്ലൊരു ചാപ്റ്ററാണ്, പഠിപ്പിക്കാനും നല്ല ചാപ്റ്ററാണ്. സോ കറണ്ട് ഇലക്ട്രിസിറ്റി ഏറ്റവും വെയിറ്റേജ് ഉള്ള സിംഗിൾ ചാപ്റ്റർ ഏതാണ് സാർ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു സിംഗിൾ ചാപ്റ്റർ. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സും കറണ്ട് ഇലക്ട്രിസിറ്റിയൊക്കെ സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററുകളാണ്, ഒരു പ്രയാസവും ഇല്ലാതെ സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ്. വലിയ പ്രാന്തി പിടിച്ച സർക്യൂട്ടുകളോ സാധനങ്ങളോ ഒന്നും വരില്ല. കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസും ഒക്കെ വളരെ സിമ്പിളായിരുന്നു. കഴിഞ്ഞ വർഷം വന്നത് ഭയങ്കര ഡയറക്റ്റായിരുന്നു, അതിന് മുമ്പുള്ള വർഷങ്ങളിലും ഡയറക്റ്റായിരുന്നു. കറണ്ട് ഇതൊന്നും നമുക്ക് ട്വിസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല. അല്ലാതെ നിങ്ങൾ ഒത്തിരി പ്രാന്ത് പിടിച്ച് ഒരുപാട് വലിയ വലിയ സർക്യൂട്ടുകളോ സിമെട്രികളോ ഒന്നും സോൾവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് സോൾവിങ് ഒക്കെ തന്നെ ധാരാളമാണ് കറണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ. അല്ലാതെ ഭയങ്കര വലിയ സർക്യൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സിമ്പിൾ സർക്യൂട്ടുകൾ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് പഠിക്കാൻ പറ്റും. കറണ്ടിനകത്ത് ഒന്ന് സർക്യൂട്ട് സോൾവിങ്, പിന്നെ KVL KCL ഒക്കെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. വീസ്റ്റം ബ്രിഡ്ജ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരെ. ഇപ്പോൾ പിന്നെ പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ സിലബസിൽ നിന്ന് അവോയ്ഡ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരത്തില്ല. മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ മൂവിങ് ചാർജസും അതേപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതേപോലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്കാണ്. 2 ചാപ്റ്റർ എന്തില്ല, മാഗ്നറ്റിസം ആൻഡ് മാറ്ററും മൂവിങ് ചാർജിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. സോ 2 കൂടെ ചേർത്ത് 4 ക്വസ്റ്റ്യൻ കൺഫേം ആണ്. മൂവിങ് ചാർജസും മാഗ്നറ്റിസം മാറ്ററും, അത് കൺഫ്യൂഷൻ വേണ്ട, 4 ക്വസ്റ്റ്യൻ. അത് മാഗ്നറ്റിസം മാറ്റർ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ചതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ മാഗ്നറ്റിസം മാറ്ററും പഠിക്കാൻ പറ്റും. കുഞ്ഞ് ചാപ്റ്ററായി. ഇപ്പോൾ എർത്ത് മാഗ്നറ്റിസം ഒക്കെ ഒഴിവാക്കിയതുകൊണ്ട് മാഗ്നറ്റിസം മാറ്റർ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. പഠിക്കാനുള്ളത് പിന്നെ മൂവിങ് ചാർജസിലാണ്. സോ താരതമ്യേന മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഡയറക്ഷനൊക്കെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ആവറേജ് ചാപ്റ്റർ മാത്രമാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. EMI ആൻഡ് AC. EMI ഒക്കെ നമുക്ക് വലിയ ക്വസ്റ്റ്യൻസോ ലെവലുകളോ കാര്യങ്ങളോ ഒന്നും നീറ്റ് എക്സാമിനൊന്നും വരാറില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വല്ല എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ, ഹാഫ് LI², അല്ലെങ്കിൽ ഫ്ലക്സ് കാണാനോ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനോ അങ്ങനെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻ, ഒരു ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പല വർഷങ്ങളും ഇപ്പോൾ EMI കാണുന്നുള്ളൂ. പിന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്,
ഒരുപാട് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിക്കാനില്ല, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. LCR സർക്യൂട്ടുകൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ട്രാൻസ്ഫോമറിൽ നിന്നൊക്കെ പല വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ട്രാൻസ്ഫോമറൊക്കെ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്ന സെക്ഷനാണ്. EMI ആൻഡ് AC നീറ്റ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഷുവർ ഷോട്ടായിട്ട് മാർക്ക് എടുക്കാവുന്ന ടോപ്പിക്കാണ് EMI ആൻഡ് AC, ഒരു പ്രയാസമില്ല. ഇനി പിന്നെ വേവ് ഓപ്റ്റിക്സിലും താരതമ്യേന തന്നെ വലിയ പ്രയാസമില്ല. ഇപ്പോൾ റേ ഓപ്റ്റിക്സിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെങ്കിലും വേവ് ഓപ്റ്റിക്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 3 ടോപ്പിക്കുകളാണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഒന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, അതേപോലെ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, 3 ടോപ്പിക്കുകളാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ളത്. അതിൽ തന്നെ ഡിഫ്രാക്ഷനൊക്കെ നമുക്ക് ഇക്വേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതെ തന്നെ ഡിഫ്രാക്ഷനിലേക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇൻ്റർഫറൻസിൽ നിന്നൊന്നും തന്നെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊന്നും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്നോ ഒന്നും തന്നെ ഇല്ല. യഥാർത്ഥം പോളറൈസേഷനൊക്കെ ആയാലും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് വേവ് ഓപ്റ്റിക്സ് എന്നൊരു വലിയ കൺഫ്യൂഷൻ നമുക്ക് തരുന്ന ഒരു ടോപ്പിക്കുകളല്ല. സോ മക്കളെ, ഈ ഈസി സെക്ഷനും മീഡിയം സെക്ഷനും കൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ നീറ്റിന് 160 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഈ ഈസിയിൽ നിന്നും മീഡിയത്തിൽ നിന്നും മാത്രം വന്നു. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരൊറ്റ പ്രോബ്ലം ഇല്ല. ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 160 മാർക്ക് ഈസിയിൽ നിന്നും മീഡിയത്തിൽ നിന്നും മാത്രം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റെഡ് സോൺ ആണ്. റെഡ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ കുട്ടികൾക്കെല്ലാം പല കുട്ടികൾക്കും പ്രയാസമാണെന്ന് പറയുന്ന ചാപ്റ്ററുകളാണ്. ഇതിലെ എല്ലാ ചാപ്റ്ററുകളും ഒരിക്കലും എല്ലാവർക്കും പ്രയാസം വരത്തില്ല. കുറച്ച് പേർക്ക് മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ചിലപ്പം ചില ആളുകൾക്ക് ഗ്രാവിറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ടഫായിട്ട് തോന്നുക, ലോസ് ഓഫ് മോഷൻ എളുപ്പമായിട്ട് തോന്നുക. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഒരു ജനറൽ ഐഡിയ എന്നാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ടഫ് ചാപ്റ്റേഴ്സിൻ്റെ സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ പല കുട്ടികൾക്കും ഫസ്റ്റ് ഇയറിലെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാവുന്ന സാധ്യതയാണ് ലോസ് ഓഫ് മോഷൻ. അതപ്പോൾ ലോസ് ഓഫ് മോഷനിലൊക്കെ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വരുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷം ചോദിച്ചത് കണക്റ്റഡ് ബോഡീസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ പുസ്തകങ്ങളിലുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചാലും അതിനു മുമ്പത്തെ എല്ലാ വർഷവും വല്ല ചേഞ്ചിങ് മൊമെൻറ്റം കാണാനോ അല്ലെങ്കിൽ സിംഗിൾ പുള്ളി സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിങ് ഓഫ് റോഡുമായിട്ട് ബേസ് ചെയ്ത ബേസിക് ക്വസ്റ്റ്യൻസോ ഒക്കെയാണ് ജനറലി ലോസ് ഓഫ് മോഷനിൽ വരുന്നത്. അല്ലാതെ പലർക്കും ലോസ് ഓഫ് മോഷൻ ഒരു പേടി വരുന്നതിൻ്റെ കാരണം പലരും തുടങ്ങുന്ന സമയം തൊട്ടേ വലിയ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്ന രീതിയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ ലോസ് ഓഫ് മോഷൻ ഇന്ന് ഭ്രാന്ത് പിടിച്ച് ചെയ്യാൻ നോക്കും. അങ്ങനെ അവർക്ക് ഈ ചാപ്റ്റർ തന്നെ വലിയ പേടിയായിട്ട് മാറും. അതാണ് പലർക്കും സംഭവിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ ചുമ്മാതെ മാർക്ക് വാങ്ങിക്കാം. ടഫ് സെക്ഷനിൽ നിന്ന് പല കുട്ടികളും കരയുന്നുണ്ടെങ്കിലും മാർക്ക് കിട്ടാൻ ഒരു പാടുമില്ല. ദെൻ റൊട്ടേഷണൽ മോഷനിൽ കഴിഞ്ഞ വർഷം റോളിങ് ഇപ്പോൾ റിമൂവ്ഡ് ആണ്. പക്ഷേ കഴിഞ്ഞ വർഷം റോളിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻസ് എവിടൊക്കെയാണ് എന്ന്. ഇപ്പോൾ ഒരു 5 കിലോ 10 കിലോ വെച്ച് 5 കിലോയിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം എത്രയാണ്, അതുപോലത്തുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വെച്ചുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പൊതുവെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെയൊക്കെ റേഷ്യോസ് ഒക്കെയാണ് പൊതുവെ ചോദിക്കുന്നത്. അപ്പോൾ സോളിഡ് സ്പിയറിൻ്റെയും റിങ്ങിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷനുകളുടെ റേഷ്യോ എത്രയാണ്, ഇന്ന ആക്സ് പോകുന്നു, അങ്ങനത്തുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്. റൊട്ടേഷണൽ മോഷനിൽ നിന്നും നിങ്ങളെ വട്ടുപിടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസും നിങ്ങളൊരു 10-15 വർഷത്തെ റൊട്ടേഷണൽ മോഷൻ്റെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ PYQs എടുത്താലും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒത്തിരി കൺഫ്യൂസ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. പൊതുവേ ഇടയ്ക്കുള്ള വർഷങ്ങളിലൊക്കെ ചില വർഷം ഈ റിമൂവ്ഡ് മാസും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നുള്ളൂ. അതൊക്കെ ആയാലും നിങ്ങളെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഭൂരിഭാഗം എല്ലാ ടീച്ചേഴ്സും ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എന്നാലും റൊട്ടേഷണൽ മോഷൻ ഒന്നൊരു പാടുള്ള ടോപ്പിക്കല്ല, ഓർ ജനറലി ടഫ് ടോപ്പിക്കിൻ്റെ റീജിയനിൽ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് വന്നു. പിന്നീട് പലർക്കും പ്രയാസമുള്ള സെക്ഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ചാർജസ് ആൻഡ് ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. അതിൽ ചാർജസ് ആൻഡ് ഫീൽഡ്, മൂവിങ് ചാർജസും അതേപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പോലെ തന്നെ ഒരു ആവറേജ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. കൺഫ്യൂഷൻ വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. പല കുട്ടികൾക്കും അതായത് മെജോറിറ്റി കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്നത് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. സോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും ഇലക്ട്രോസ്റ്റാറ്റിക്സും വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. 4 ക്വസ്റ്റ്യനൊക്കെ വളരെ മിനിമം കൗണ്ടാണ്. 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. മിക്കവാറുള്ള വർഷങ്ങളും 5 ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരു 5 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന സെക്ഷനാണ്. പല കുട്ടികൾക്കും ടഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ടഫായി പോകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഐഡിയകൾ പഠിക്കുക, കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഗോസസ് തിയറം കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക, അതേപോലെ ഡൈപോൾ സെക്ഷൻസ് കറക്റ്റായിട്ട് നോക്കി പോവുക, ഇക്വിലിബ്രിയം ന്യൂട്രൽ പോയിന്റുകളൊക്കെ കറക്റ്റായിട്ട് നോക്കി പോവുക, പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.
ഇനി റേ ഓപ്റ്റിക്സ് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നതിൽ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റേ ഓപ്റ്റിക്സിനകത്ത് പ്രിസത്തിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യന്. പിന്നെ താരതമ്യേന റേ ഓപ്റ്റിക്സും വലിയ പ്രയാസമൊന്നും വരത്തില്ല. പല PYQs ഒക്കെ നോക്കിക്കഴിഞ്ഞാലും റേ ഓപ്റ്റിക്സ് കൂടുതലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലെൻസൊക്കെ നന്നായിട്ടൊക്കെ നോക്കുക. ലെൻസ്, പ്രിസം, സെക്ഷൻസ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതേപോലെ തന്നെ മിറർ ഫോർമുല ഒക്കെ ഒന്ന് നോക്കി കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേ ഓപ്റ്റിക്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പല കുട്ടികളും പ്രയാസമാണെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ചാപ്റ്ററിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ 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 ലോക്കലാണ്, ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾസിനകത്തുനിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഡിസ്ക് ലിക്വിഡ് സർഫസിൽ നിന്ന് മുകളിലേക്ക് പൊക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എത്രയാണ്, എക്സ്ട്രാ ഫോഴ്സ് എത്രയാണെന്നുള്ളത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2πRT ഒക്കെ ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനൊക്കെയാണ് കഴിഞ്ഞ വർഷം വന്നത്. പ്രത്യേകിച്ച് ടഫായിട്ടുള്ള ചാപ്റ്ററേ അല്ല. പല കുട്ടികളും പക്ഷേ പാടായിട്ട് കാണുന്നത് ചാപ്റ്ററിൻ്റെ വലിപ്പം കൊണ്ടാണ്. നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓവറായിട്ട് പ്രൂഫുകളൊക്കെ പഠിച്ച് സമയം കളയരുത്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ നിങ്ങൾ ബെർണോൾസ് പ്രിൻസിപ്പിളിൻ്റെ പ്രൂഫ് 5 വട്ടം എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ക്യാപിലാരിറ്റി ഇക്വേഷൻസ് അങ്ങനെ പോകണ്ട. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് നിങ്ങൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക, പ്രോബ്ലങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾട്ടൊക്കെ മാർക്ക് അടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ സോൾവിങ് ആണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. മെയിൻലി നിങ്ങൾ ഫസ്റ്റ് ഇയർ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്ത് വെക്കുക. സെക്കൻഡ് ഇയർ ചാപ്റ്റേഴ്സ് കുറച്ചുകൂടെ കോൺസെപ്ഷ്യലായിട്ട് തിയറി NCERT ഒക്കെ ഒന്ന് വായിച്ച് ലെവലായാൽ സെക്കൻഡ് ഇയർ കുറച്ചുകൂടെ നല്ലതാണ്. ഫസ്റ്റ് ഇയർ കൃത്യമായിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പോവുക. പിന്നെ പ്രോബ്ലങ്ങൾ കൃത്യമായിട്ടൊന്ന് അടുക്കും ചിട്ടയോടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ടഫാണെന്ന് പറയുന്ന 5 ചാപ്റ്ററിൽ നിന്നും കൂടെ 10 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം വന്നത്. അതായത് 40 മാർക്കാണ്. അതായത് നിങ്ങൾക്ക് 160 മാർക്കിനും വന്ന ക്വസ്റ്റ്യൻസ് മീഡിയം ലെവലിലുള്ള. ഇതിൽ തന്നെ ഉള്ള ഈ 40 മാർക്കിൽ ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു, ഡയറക്റ്റായിട്ട് മാർക്ക് എടുക്കാം. റൊട്ടേഷനിലെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരുന്നു. കഴിഞ്ഞ വർഷം റൊട്ടേഷനിലെ ക്വസ്റ്റ്യനും പാടൊന്നുമില്ലായിരുന്നു. പിന്നീട് റേയ്ക്കകത്തൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളായിരുന്നു, അത് പാട്. ഇലക്ട്രോസ്റ്റാറ്റിക്സും വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് മാർക്ക് എടുക്കാവുന്ന സെക്ഷൻ ആയിരുന്നു. ഫ്ലൂയിഡ്സ് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൈറ്റ് ക്വസ്റ്റ്യൻസ് വന്നൊരു സിനാരിയോ കഴിഞ്ഞ വർഷങ്ങളിലില്ല. എളുപ്പമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം ടൈം ലിമിറ്റായിട്ട്, ടൈം ബൗണ്ടായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയും പല കുട്ടികളുടെയും ഒരു ഡൗട്ട്, സാറേ ഈ അവസാന മാസങ്ങളിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പഠിക്കണം, ഏത് മെറ്റീരിയൽ പഠിച്ചാൽ എനിക്ക് നല്ല സ്കോർ അടിക്കാനായിട്ട് പറ്റും, നല്ല സ്കോർ വാങ്ങിക്കാനായിട്ട് പറ്റും? മക്കളെ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഈ അവസാന മാസങ്ങളിൽ ഇനി നിങ്ങൾ പുതുതായിട്ട് ഇതുവരെ നിങ്ങൾ പുതിയ പുസ്തകങ്ങളൊന്നും ചെയ്ത് കുറച്ച് നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടെ നോക്കുക. കൂടാതെ നിങ്ങൾ നോക്കേണ്ടത് മസ്റ്റായിട്ടും PYQs എല്ലാം ചെയ്യുക. ഒരു 10-30 വർഷത്തെ PYQs ചെയ്യുക. കൂടാതെ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ നിന്ന് പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് പക്ക ഒരു നീറ്റ് പാറ്റേണിൻ്റെ ഓർഡറിലായിരിക്കും. മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇനി മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെച്ച് നെറ്റിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇന്ത്യയിലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്ത് വെച്ച് ബാക്കി എല്ലാം പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പർച്ചേസ് ചെയ്ത് റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പർച്ചേസ് ചെയ്ത് വെച്ചാലും ചെയ്യുക. ഭയങ്കര പ്രയോജനം കിട്ടും. മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തെറ്റ് വരുന്ന ഒരു മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെക്കുക. ആ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ MCQs കൃത്യമായിട്ട് പഠിക്കുക, PYQs പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്ത് തീർത്ത പുസ്തകങ്ങൾ, ഇപ്പോൾ നിങ്ങൾ MTG മൊത്തം കംപ്ലീറ്റ് ചെയ്തായിരുന്നു, പറ്റുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾ മോഡൽ എക്സാംസിനൊക്കെ മുമ്പ്, ഇപ്പം മോഡൽ എക്സാമൊക്കെ നടക്കുന്ന സമയമാണല്ലോ, മോഡൽ എക്സാമിനൊക്കെ മുമ്പ് നിങ്ങൾ പഠിച്ചു തീർത്ത പുസ്തകങ്ങൾ ഒന്നും കൂടെ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇനി പുതുതായിട്ട് ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ സെൻഗേജിൻ്റെ പുസ്തകങ്ങളൊന്നും നോക്കിയില്ലായിരുന്നു, ഇനി ആദ്യം തൊട്ട് അത് മൊത്തം ചെയ്ത് തീർക്കാൻ നടക്കത്തില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ ടെൻഷനായി വട്ടുപിടിക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി PYQസും മോഡൽ എക്സാം MCQസുമാണ് ഏറ്റവും നല്ലത്. പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമുക്ക് അരമണിക്കൂർ എടുത്തോ 1 മണിക്കൂർ എടുത്തോ പ്രോബ്ലം ഒന്നും ചെയ്യുന്ന രീതിയല്ല പ്ലാൻ ചെയ്യേണ്ടത്. 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാൽക്കുലേഷൻസ് എല്ലാം അത്രയും ഫാസ്റ്റാക്കുക. 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. കാരണം നമ്മൾ പരീക്ഷ എഴുതുന്നത് 25 ലക്ഷം കുട്ടികളോട് കൂടിയാണ്. അപ്പം ഈ ഇത്രയും കുട്ടികളിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫിൽട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ മുന്നിലേക്ക് വരണമെങ്കിൽ നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. നമുക്ക് കാര്യങ്ങൾ അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ 3 മണിക്കൂർ 180 മിനിറ്റ് 180 ചോദ്യം. അപ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ 1 മിനിറ്റിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. അതിൽ പരമാവധി ചെയ്യേണ്ടത് ബയോളജിയൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബയോളജിയൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ടൈമുകൾ സേവ് ചെയ്ത് ഫിസിക്സിലേക്ക് മാറ്റുക. ഓക്കെ, ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം,
ഈ പരീക്ഷ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിവോ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡോ സ്കില്ലോ ഒന്നും മാത്രം പോരാ. നിങ്ങൾ വിചാരിക്കണം. മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തോളൂ, IAS പരീക്ഷ മുതൽ ഇന്ത്യയിൽ നടക്കുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാം, നിങ്ങൾ ഒരു നോർമൽ നവോദയ എൻട്രൻസ് വേണമെങ്കിലും എടുത്തോളൂ, ഏത് പരീക്ഷ എടുത്താലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു പക്ക മൈൻഡ് ഗെയിമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കിട്ടത്തില്ല എന്ന് എപ്പോൾ വിചാരിച്ചു തുടങ്ങുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾ ഈ എക്സാമിൽ നിന്ന് പുറത്തേക്ക് പോയി തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് കിട്ടുമെന്ന് കടുത്ത ആഗ്രഹത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ യൂണിവേഴ്സ് മൊത്തം, ഈ പ്രകൃതി ശക്തികൾ മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും. സോ ഇത് കണ്ടില്ലേ, ഇതൊരു റുബിക്സ് ക്യൂബ് പോലാണ്. അതായത് നമ്മൾ റുബിക്സ് ക്യൂബ് തിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പല ചിന്തകൾ വന്ന് നമുക്കത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാ കളങ്ങളിലും ഒരേ നിറം വരില്ല. പല നിറങ്ങൾ ഒരേ കളങ്ങളിൽ തന്നെ പല പല നിറങ്ങൾ വരും ഒരേ സൈഡിൽ, അത് കൃത്യമാവില്ല. സോ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ മറ്റൊരു വഴിയില്ല, നിങ്ങളുടെ മൈൻഡ് പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കണം. മീൻസ് നിങ്ങൾ കിട്ടുമെന്ന് 100% വിശ്വസിക്കുക, 100% നിങ്ങളുടെ ഇൻപുട്ട് ഇടുക. എത്രത്തോളം വർക്ക് ചെയ്യാവോ അത്രത്തോളം വർക്ക് ചെയ്യുക. റിസൾട്ടിനെ ആലോചിക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി എഫേർട്ട് അവസാനത്തെ ഈ 2 മാസം നിങ്ങൾ കൊടുക്കണം. ഷുവർ ഷോട്ടായിട്ടും മക്കളെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സോ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് രീതിയിൽ പോയാൽ നിങ്ങൾക്കൊരു 160 മാർക്ക് അല്ലെങ്കിൽ 170 മാർക്ക് ഷുവർ ഷോട്ടായി ഫിസിക്സിന് നേടാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ രീതിയിൽ ചാപ്റ്റേഴ്സ്, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ച് മാറ്റുക. മീഡിയം ചാപ്റ്റേഴ്സും പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതാണ് ടഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് അത് നോക്കുക. സോ ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈസ് എ മൈൻഡ് ഗെയിം. ഇതെല്ലാം ഒരു മൈൻഡ് ഗെയിമാണ്. ആ ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം ഓക്കെ ആവും. ശുഭാപ്തി വിശ്വാസത്തോടെ പഠിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം.